സാർ, ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ CPM-ന് ജീവൻ മരണ പോരാട്ടം എന്ന് പറയുന്നത് ചേലക്കരയാണ്. വയനാട് CPM-ന് കിട്ടില്ല, അത് ഉറപ്പാണ്. പാലക്കാട് അവർ കണ്ണ് വയ്ക്കുന്നില്ല. സരിനാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. സരിൻ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും CPM-ന് വലിയ തട്ടുകേടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം. കാരണം സരിൻ ജയിച്ചു കഴിഞ്ഞാൽ ബോണസ്, ജയിച്ചില്ലെങ്കിൽ അത് നമ്മുടെ സ്ഥാനാർത്ഥിയല്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ചേലക്കര എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലായി മാറും എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും BJP എല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചേലക്കര നിൽക്കുന്നത് നമ്മുടെ പ്രദീപാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ അവിടെ നിന്നപ്പോൾ നമുക്കറിയാം 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചത്. രാധാകൃഷ്ണനെ പോലെ ഒരു ജനകീയനായ മുഖമാണോ അദ്ദേഹം? പിന്നെ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് പല CPM നേതാക്കളും പറയുന്നത്, അണികളും പറയുന്നത്, രാധാകൃഷ്ണൻ സഖാവിന് അദ്ദേഹത്തിന് ഒരു അതൃപ്തിയുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ മന്ത്രിയായിട്ടിരുന്നു, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട വകുപ്പ് കിട്ടിയില്ല എന്ന് അദ്ദേഹത്തിന് ഒരു പരിഭവം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പാർലമെൻറ്റിൽ ചെന്നിട്ട് എന്തെടുക്കാനാണ്? അങ്ങനെ ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സഖാവായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതിൽ അദ്ദേഹത്തിന് ഒരു കടുത്ത അതൃപ്തി അദ്ദേഹം മനസ്സിലുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ചേലക്കര ഇത്തവണ രമ്യ ഹരിദാസ് ശക്തിയായിട്ട് മത്സരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം 2019 രമ്യ ഹരിദാസ് മത്സരിച്ച് ജയിച്ച ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ, അതായത് MLA ആ ഒരു മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് വലിയ രീതിയിൽ മുന്നേറിയിരുന്നു. കാരണം ഇവരെല്ലാം കവച്ചു വെച്ചുകൊണ്ട് അവർക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് രമ്യ വരുന്നത്. പക്ഷേ രമ്യ ആസ് ആൻ MP രമ്യയുടെ പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ വളരെയധികം പിന്നോട്ടായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. സാർ എങ്ങനെ കാണുന്നു? ചേലക്കരയിൽ എന്തായിരിക്കും അവസ്ഥ? ചേലക്കര നേരത്തെ ധനുഷ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം CPM-നെ പ്രത്യേകിച്ചും ചേലക്കരയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. നേരത്തെ പറഞ്ഞ കാരണങ്ങളുകൊണ്ട് തന്നെ ചേലക്കര നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് അതൊരു വലിയ ആഘാതം എന്നൊന്നും പറഞ്ഞാൽ പോരാ. നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് ജയിച്ചാൽ വലിയ ബോണസാണ്. ചേലക്കരയിൽ തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ്റെ ചേലക്കര വാസ്തവത്തിൽ ഒരു ഇടതുപക്ഷ മണ്ഡലമാക്കി മാറ്റിയതിൽ രാധാകൃഷ്ണൻ്റെ റോൾ വളരെ പ്രധാനമാണ്. എനിക്കൊരു ബന്ധമുള്ള മണ്ഡലമാണ്. കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള ചേലക്കര മണ്ഡലത്തുകാരിയാണ്. അപ്പോൾ അവിടെ രാധാകൃഷ്ണനുള്ളൊരു വലിയ പിന്തുണ ഉണ്ടെന്ന സംശയം. അദ്ദേഹത്തിന് ജനകീയനാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് പ്രദീപ് 44% വോട്ട് ലഭിച്ചപ്പോൾ 55% വരെ വോട്ട് നേടിയാണ് രാധാകൃഷ്ണൻ 2020. 10,000 ഭൂരിപക്ഷമെങ്കിൽ രാധാകൃഷ്ണൻ 40,000. അതെ, വോട്ടിന്റെ പെർസെൻറ്റേജ് 55% എന്ന് പറഞ്ഞാൽ അത് നിയമസഭാ മണ്ഡലത്തിൽ ചില്ലറ സാധനമല്ല. അത് പ്രദീപിന് മുമ്പ് രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോഴും ഏതാണ്ട് 54-55% വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രദീപ് 44% ലഭിച്ചിട്ടുള്ള ആളാണ്, മോശമൊന്നുമല്ല. പക്ഷേ രാധാകൃഷ്ണനുമായിട്ട് താരതമ്യമില്ല. രാധാകൃഷ്ണൻ്റെ ഒരു പേഴ്സണൽ കരിസ്മ എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ വളരെ പ്രധാനമാണ്. സാധാരണക്കാരനാണ്, കർഷകനാണ്. അല്ല, അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിരുന്നപ്പോൾ പോലും അദ്ദേഹം വിവാദങ്ങളിൽ പോയി ചാടാതിരിക്കാൻ വളരെയധികം ശ്രദ്ധ, എല്ലാം കൊണ്ടും വളരെ മാന്യമായി മാത്രം പെരുമാറുന്ന ആളാണ്. ധാർഷ്ട്യം തൊട്ടു തെറിക്കാത്ത ഇടതുപക്ഷ CPM നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വളരെ സാധാരണക്കാരനായ പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മട്ടിലുള്ള ആളാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും രാധാകൃഷ്ണൻ ഒരു അംഗീകരിക്കപ്പെട്ട നേതാവാണ്. അതേസമയം രാധാകൃഷ്ണൻ്റെ പിന്തുണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പോലെ ചേലക്കരയിൽ വളരെയധികം കുറഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും, അദ്ദേഹത്തിന് താമസിക്കുന്ന സ്ഥലത്ത് പോലും വോട്ട് കുറഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാണ്. അതൊക്കെ ഈ കഴിഞ്ഞ തവണത്തെ ഒരു തരംഗത്തിൻ്റെ പ്രത്യേകതയാവാം. പക്ഷെ രാധാകൃഷ്ണനെ പോലെ നല്ലൊരു സ്ഥാനാർത്ഥി മറ്റൊരാളില്ല ഇടതുപക്ഷത്തിന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അവിടെ ലോക്സഭയിൽ നിർത്തിയതും. പിന്നെ എന്താ പറയുക, കനലൊരു തരിയായി അദ്ദേഹം ജയിച്ചു വന്നതും രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തുന്നതും ഒക്കെ. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ അദ്ദേഹത്തെ തന്നെ സ്പെസിഫിക് ആയിട്ട് പിക്ക് ചെയ്യാൻ എന്തായിരിക്കും സാർ ലോക്സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? ഒന്ന്, അദ്ദേഹം ആലത്തൂർ മണ്ഡലം എന്ന് പറയുന്നത് ചേലക്കര ഉൾപ്പെടുന്ന സ്ഥലമാണ്. അദ്ദേഹം ആ പ്രദേശത്തുകാരനാണ്. സംവരണ മണ്ഡലമാണ്. പിന്നെ ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന, ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും രാധാകൃഷ്ണൻ അനുകൂലമായ ഘടകങ്ങളായിരുന്നു അവിടെ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പിന്തുണ അവിടെ ഇല്ല ഇടതുപക്ഷത്തിന് എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് ചേലക്കര തവണ മത്സരം കടുക്കും.
ചേലക്കരയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ചേലക്കര പിന്നെ കെ ബാലകൃഷ്ണൻ, MP താമി, ഇങ്ങനെയൊക്കെ പറഞ്ഞ കോൺഗ്രസിൻ്റെ വളരെ ശക്തരായിട്ടുള്ള പല നേതാക്കന്മാരും ജയിച്ചു വന്നിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ നിന്ന് മാറ്റം വരുത്തിയതാണ് ഈ രാധാകൃഷ്ണൻ്റെ സംഭാവന 67 മുതൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് മത്സരം ഇത്തവണ വളരെ ശക്തമാണ്. ഇടതുപക്ഷത്തിന് വളരെ വെല്ലുവിളി ഉയർത്തുന്ന മത്സരമാണ്. പിന്നെ ധനുഷ് പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ഒരു ശക്തമായ മത്സരം തന്നെയാണ് ഇത്തവണ അവിടെ കാഴ്ചവെച്ചിരിക്കുന്ന UDF. രമ്യ ഹരിദാസ് വളരെ നല്ല സ്ഥാനാർത്ഥിയാണ്. അല്ല, സാറിന് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇതിനകം കണ്ടതാണ്. അതുകൊണ്ട് ആ ഘടകങ്ങളെല്ലാം പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് വരുമ്പോഴേക്കും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പോഴുള്ള ആ നിമിഷത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയിക്കുന്നുണ്ട്. കാരണം പാലക്കാട് ഒരു ജീവൻ മരണ മത്സരം, വലിയൊരു പ്രസ്റ്റീജ് മത്സരമായിട്ട് മാറുകയൊക്കെ ചെയ്തതോടുകൂടി ഇപ്പോൾ പാലക്കാട് UDFന് സംഭവിച്ചതാണ് ഏതാണ്ട് ഇവിടെ. അതായത് പാലക്കാട് അവർ വളരെ എളുപ്പത്തിൽ ജയിക്കാം എന്ന് കരുതി 3 തവണ ജയിച്ചു, ഹാട്രിക്ക് കഴിയവരാണ്, ഇടതുപക്ഷത്തെ 3ാം സ്ഥാനത്ത് ആക്കിയതാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു യുവ നേതാവ് വളരെ എളുപ്പത്തിൽ ജയിച്ചു പോകും എന്ന് കരുതി സ്ഥാനാർത്ഥിയില്ലാതായി, സരിനായി. അതെല്ലാം മാറി കാര്യങ്ങൾ. ചേലക്കരയിൽ ഏതാണ്ട് അതിൻ്റെ മിറർ ഇമേജാണ് മറുപക്ഷത്ത് നടന്നത്. കാരണം അവിടെ സംഗതി നേരെ തിരിഞ്ഞു. അവിടെ LDF വളരെയധികം ക്ലേശിക്കുന്നുണ്ട്. UDF അപ്രതീക്ഷിതമായൊരു വലിയ പോരാട്ടമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. ആകെയുള്ളൊരു പ്രത്യേകത, ഒരു 3ാം ഘടകം എന്ന് BJP താരതമ്യേന വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്നാണ് ഞാൻ അറിയുന്നത്. എനിക്കറിയില്ല ആളിനെ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മറ്റു സ്ഥലത്തുള്ള ത്രികോണ മത്സരമല്ല, അവിടെ UDF LDF തമ്മിലുള്ളൊരു കടുത്ത മത്സരം തന്നെയാണ് അവിടെ. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ചേലക്കരയുടെ ഒരു രാഷ്ട്രീയ സ്വഭാവവും ഒക്കെ സമീപകാലത്തെ രാഷ്ട്രീയ സ്വഭാവവും, പ്രദീപ് ഒരു പിന്നെ സമ്മതനായ സ്ഥാനാർത്ഥിയാണ്. പ്രദീപ് ശക്തനാണ്, വളരെ പ്ലസന്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്, വളരെ ശക്തനായ സ്ഥാനാർത്ഥിയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയാണ്. നേരത്തെ പറഞ്ഞ പോലെ രാധാകൃഷ്ണന്റെ ഒരുപാട് സവിശേഷതകൾ ഉള്ള ഒരാളാണ്. വളരെ മാന്യനായ മനുഷ്യന്, എല്ലാവരുമായിട്ട് നല്ല പെരുമാറ്റമാണ്, ആർക്കും യാതൊരു ആരോപണവും അദ്ദേഹത്തിനെതിരായിട്ടില്ല. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഭൂരിപക്ഷത്തോടെയെങ്കിലും പ്രദീപ് തന്നെയാണ് ഇപ്പോഴും ഫേവറിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥി. പക്ഷേ ഇടതുപക്ഷത്തിന് ഇതൊരു വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയുകയും കഷ്ടിച്ചൊരു വിജയം മാത്രമാണ് ചേലക്കര പോലെ ഒരു ശക്തി കേന്ദ്രത്തിൽ ഉണ്ടാവുന്നതെന്നുണ്ട്. അതൊരു വലിയ ആഘാതമാകും എന്നുള്ളതിനെ പറ്റി സംശയം. PV അൻവറിന് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കും? PV അൻവറിന്റെ സ്വാധീനം പറഞ്ഞ പോലെ PV അൻവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അത് UDFനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അത് സാമുദായികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒരു പക്ഷെ PV അൻവർ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു ആവേശവും അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അതൊന്നും തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടുതൽ ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി അത് ദുർബലമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തുടക്കത്തിൽ അൻവർ ഉയർത്തിയ ഒരു വെല്ലുവിളി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിക്കോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനോ അവിടെ ഉയർത്താൻ കഴിയുന്നുണ്ടോ? അൻവർ ഒരു ഭയക്കുന്നത് തരം സ്വഭാവക്കാരനല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തിനൊന്നും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം കേരളത്തിലെ സ്ഥിതി, കേരളത്തിൽ ഈ 3 ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ BJP, ഇത് 3ഉം അല്ലാതെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള അത്ര വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നൊരു മനുഷ്യനാവും. അൻവറിൻ്റെ ശക്തി മുഴുവൻ അൻവറിൻ്റെ കടുത്ത വാചാടോപത്തിലും പിന്നെ അദ്ദേഹത്തിൻ്റെ പക്ഷേ അതിനപ്പുറത്ത് അൻവറിനൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതൊന്നും തെളിവുകളൊന്നും പിന്നെ വന്നില്ല. അതെല്ലാം ഏതാണ്ട് ആ അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോവുകയോ ചെയ്തു. അതുകൊണ്ട് അൻവറിന് അങ്ങനെ വലിയൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എനർജിയോ ശക്തിയോ അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ആദ്യകാലത്ത് അൻവർ ഉയർത്തിയ ഒരു വെല്ലുവിളി പോലും ഇപ്പോൾ അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് രമ്യ ഹരിദാസും പ്രദീപും തമ്മിലുള്ള, ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായിട്ട് മാറുകയും അതിലിപ്പോഴും ഒരു തീർച്ചയായിട്ടും ഒരു എഡ്ജേ ഉള്ളൂ എന്നുള്ളത് വളരെ പ്രധാനമാണ്. പാലക്കാട് നടന്ന പോലെ, പാലക്കാട് സംഭവിച്ചതുപോലത്തെ ഒരു രാഷ്ട്രീയ മാറ്റങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. ആസ് എൻ MP രമ്യയുടെ പെർഫോമൻസ് ചേലക്കര മണ്ഡലം വിലയിരുത്തുന്നില്ലേ? അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ രമ്യക്ക് സാധ്യതയില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം മുതൽ രമ്യ ഹരിദാസിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം, ഈ 5 കൊല്ലം MP ആയിട്ട് പ്രവർത്തിച്ചപ്പോഴും രമ്യ ഹരിദാസിന്
എതിരെ വന്ന ഒരേ ഒരു ആരോപണമുള്ളൂ, നിങ്ങളെ പാട്ട് പാടാനല്ല അവിടേക്ക് പറഞ്ഞയച്ചു അതെ എന്നൊരൊറ്റ കാര്യം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഒന്നും ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. രമ്യക്കെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് അത്ര ഒരു ന്യായമാണ്. കാരണം ഇതിനകത്ത് അങ്ങനെ നമ്മുടെ എം പിമാരുടെ ഓരോരുത്തരുടെ കണക്കെടുക്കുകയാണെങ്കിൽ ആരാണ് വലിയ കാര്യമായ സംഭാവന അവിടെ ചെയ്തിട്ടുള്ളത്? നമ്മൾ പിന്നെ കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്, പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതൊന്നും അതിശക്തമായി അവിടെ വലിയ ബഹളം വെക്കാനൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡായിട്ട് വരുന്നുണ്ട്, പല എം പിമാരും അപ്പോൾ പുറത്താക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വൻ ബഹളം ഉണ്ടാക്കുന്നതല്ലാതെ സബ്സ്റ്റാൻഷ്യലായിട്ട് എന്തെങ്കിലും ഒരു അർത്ഥവത്തായിട്ടുള്ള സാരവത്തായിട്ടുള്ള ഒരു സംഭാവനയോ കോൺട്രിബ്യൂഷനോ നടത്തിയ എം പിമാർ. അതുകൊണ്ട് രമ്യ ഹരിദാസിനെ മാത്രം ഒറ്റപ്പെടുത്തി അവരൊരു പരാജയമാണ്, ബാക്കി എല്ലാവരും വലിയ വിജയമാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.